നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നീറ്റിന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷനാണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ബയോ-സാവർട്ട് ലോ. നിങ്ങൾക്കറിയാം ലോ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും, എന്നാലും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, magnetic field due to a small current carrying element at a point P is given by dB equal to mu 0 by 4 pi I dl cross r divided by r cube. Okay, dl is the current carrying element. r vector എന്ന് പറയുന്നത് dl നിന്ന് പോയിന്റിലേക്കുള്ള വെക്ടർ ആണ്. ആംഗിൾ ബിറ്റ്വീൻ dl ആൻഡ് r ഈസ് തീറ്റ. നിങ്ങൾക്കറിയാം dl ക്രോസ് r എന്ന് പറയുന്നത് a ക്രോസ് b എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്താൽ എ ബി സൈൻ തീറ്റ എന്ന് പറയാം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ബി ഇസ് ഗിവൺ ബൈ മ്യൂ 0 by 4 pi I dl cross r become dl r sin theta. അതിലൊരു r ക്യാൻസൽ ആവും, സോ r സ്ക്വയർ വരും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ബി ഇസ് മ്യൂ 0 by 4 pi I dl sin theta by r square, where mu 0 is permeability of free space. mu 0 by 4 pi ൻ്റെ വാല്യൂ 10⁻⁻⁷ ആണ്. ഇതിൽ ഡി എൽ ക്രോസ് ആർ എന്ന് പറയുമ്പം ഡി എല്ലിനും ആറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും ഡി ബി എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് ഡി എൽ വെക്ടർ ആൻഡ് ആർ വെക്ടർ. ഇഫ് പോയിന്റ് ഈസ് അലോങ് ലൈൻ സെഗ്മെൻറ്റ്, പോയിന്റ് അലോങ് ലൈൻ സെഗ്മെൻറ്റ് ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ ആൻഡ് ആർ വിൽ ബി 0. സൈൻ 0ൻ്റെ വാല്യൂ 0 ആണ്. സോ പോയിന്റ് അലോങ് ലൈൻ സെഗ്മെൻറ്റ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത പോലെ ഡി എൽ ക്രോസ് ആർ എന്ന് പറയുന്നത് ഏതിന് പെർപെൻഡിക്കുലർ ആണ്? ഡി എല്ലിനും ആറിനും പെർപെൻഡിക്കുലർ ആണ്. സോ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ. ഓക്കെ, പ്ലെയിൻ കണ്ടെയ്നിങ് ഡി എൽ ആൻഡ് ആർ. ഡയറക്ഷൻ ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ദീസ് ടു റൂൾസ്. ഏതെങ്കിലും ഒരു റൂൾ യൂസ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് തം റൂൾ അല്ലെങ്കിൽ മാക്സ്വെൽ സ്ക്രൂ റൂൾ. റൈറ്റ് ഹാൻഡ് തം റൂൾ പറയുന്നത് തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ കേൾഡ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, സോ തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, കേൾഡ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് കേൾഡ് ഫിംഗേഴ്സ് ഇങ്ങനെ വരുമ്പോൾ അത് ഇൻവേർഡ് ആയിരിക്കും. ഇൻവേർഡ് ഡയറക്ഷന് ക്രോസ് മാർക്കും ഔട്ട്വേർഡ് ഡയറക്ഷന് ഡോട്ട് മാർക്കും വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡയറക്ഷൻ പഠിക്കുക. ഡയറക്ഷൻ മാത്രം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഡയറക്ഷൻ മാത്രം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്ത് സിംപ്ലി ഡയറക്ഷൻ വിൽ ബി അലോങ് ഇൻവേർഡ് ഔട്ട്വേർഡ് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പോയിന്റ് പി ഇവിടെയാണ്. ഒരു പോയിന്റ് ക്യൂ ഇവിടെ കൺസിഡർ ചെയ്താൽ ഇവിടെ ഇൻവേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു, കാരണം ഐ ഇങ്ങനെയാണ്. സോ ഇറ്റ് വിൽ ബി ഇൻവേർഡ്. ഇൻവേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഫിംഗേഴ്സ് കേൾ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് അത് ഇങ്ങനെ വരും. സോ ഇത് ഔട്ട്വേർഡാണ്. ഈ പോയിന്റിൽ ഔട്ട്വേർഡ് ഇങ്ങനെയായിരിക്കും ഇത് വരുന്നുണ്ടാവുക മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഹിയർ ഇൻവേർഡ് ആൻഡ് ഹിയർ ഔട്ട്വേർഡ്. അതായത് ആ ഒരു സർക്കിൾ വരും. ആ സർക്കിളിൻ്റെ ടാൻജൻ്റ് ആയിട്ടാണ് നമ്മളതിൻ്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാക്സ്വെൽ സ്ക്രൂ റൂൾ പറയുന്നത് ഒരു സ്ക്രൂ എടുത്താൽ ആ സ്ക്രൂവിൻ്റെ ടിപ്പ്, അതായത് ഈ ഒരു ഭാഗം അഡ്വാൻസ് ചെയ്യുന്ന രീതിയിൽ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുക. ആ അഡ്വാൻസ് ചെയ്യുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനിലായിരിക്കും. സോ സ്ക്രൂ അഡ്വാൻസ് ചെയ്യേണ്ടത് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ. ഇങ്ങനെ ഒരു സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രൂ മുകളിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇങ്ങനെ മൂവ് ചെയ്യാം. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സ്ക്രൂ മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ആ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ സ്ക്രൂ മൂവ് ചെയ്യുന്ന രീതിയിൽ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്താൽ ആ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ഏതിൻ്റെ ഡയറക്ഷൻ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഒരു കറണ്ട് എലമെൻറ്റ് വരുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ പിയിൽ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ക്യൂല് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡുമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്കറിയാം കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഫിംഗേഴ്സ് ഇങ്ങനെ വരും. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ പിയിലുള്ളത് എങ്ങനെയായിരിക്കും? പിയിൽ ഔട്ട്വേർഡ് ആയിരിക്കും. കേൾഡ് ഫിംഗേഴ്സ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പിയിൽ ഔട്ട്വേർഡ് വരും. സോ ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ ഡോട്ട് വരും. ഓക്കെ, ഇങ്ങനെ പോയി ഇത് എങ്ങനെയായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. ഓക്കെ, ക്യൂവിലുള്ള ഡയറക്ഷൻ ഇൻവേർഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി കറണ്ട് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരാം. കറണ്ട് എലമെൻറ്റ് ഇങ്ങനെയായിരിക്കും. കറണ്ട് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ദിസ് ഈസ് കറണ്ട് എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ കറണ്ട് ഇങ്ങനെയാകുമ്പോൾ നിങ്ങളൊരു സ്ക്രൂ കൺസിഡർ ചെയ്യുക. സ്ക്രൂവിൻ്റെ ടിപ്പ് ഇതാണെങ്കിൽ സ്ക്രൂവിൻ്റെ ടിപ്പ് ഇത് ഇൻവേർഡ് അല്ലേ കറണ്ടിൻ്റെ ഡയറക്ഷൻ. സോ സ്ക്രൂ എങ്ങനെ മൂവ് ചെയ്താലാണ് ഇത് ഇൻവേർഡ് പോവുക? സ്ക്രൂ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം.
ഓക്കെ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം സ്ക്രൂ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേർഡ് വരും. സോ ഇതായിരിക്കും ഏതിൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ്. ഒരു പോയിൻ്റ് പി തന്നാൽ ആ പോയിന്റിലുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലറിന് ടാൻജൻ്റ് ആയിട്ട് വരും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ ക്ലോക്ക് വൈസ് ആണ് വരുന്നത്. ക്യൂലുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പോയി ഈ ടാൻജൻസ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അറ്റ് പി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനും ക്യൂലുള്ള ഡയറക്ഷൻ ഇതായിരിക്കും. ഇനി ഇവിടെ ഒരു എസ് എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ ഇങ്ങനെ എടുക്കാം. ഇവിടെ ഒരു ആർ എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഡയറക്ഷൻ. കറണ്ട് എലമെൻറ്റ് പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിലായിരിക്കും. ഓക്കെ. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓരോ പോയിന്റിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടാൻജൻ്റ് എടുത്തിട്ടാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് വയർ. B equal to mu 0 by 4 pi I by r sin phi 1 plus sin phi 2. ഇതാണ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് വയർ. അതിൻ്റെ എൻഡ്സ് ആണിത്. ഓക്കെ. ഇതിൽ നിന്നും പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ. അത് ഓർത്ത് വെക്കണം. ആർ ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി വയർ ടു പി. ഓക്കെ. ആർ ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി വയർ ടു ദി പോയിന്റ് പി. ഇതിൽ ഈ രണ്ട് ലൈൻസും ഇവിടെ പെർപെൻഡിക്കുലറായിട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്നത് phi 1 ആൻഡ് phi 2 ആണ്. ആ phi 1 phi 2ൻ്റെ മെഷർമെൻറ്റ് ശ്രദ്ധിക്കണം. phi 1 ആംഗിൾ മെഷർ ചെയ്യുന്നത് ഫ്രം പെർപെൻഡിക്കുലർ ടു ദി ലൈനാണ്. ഓക്കെ. phi 1 phi 2 അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് mu 0 by 4 pi I by r sin phi 1 plus sin phi 2 ആണ്. പ്രൂഫൊന്നും വേണ്ട. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നോക്കിയാൽ മതി. ഫോർമുല പഠിച്ചു വെക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. So mu 0 by 4 pi I by r sin phi 1 plus sin phi 2, where r is the perpendicular distance from wire to the point. phi 1 phi 2 ആംഗിൾ ഏതാണെന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന ആംഗിൾ ഇതായിരിക്കും. ഈ ആംഗിൾസ് ആണ് തരുന്നതെങ്കിൽ അത് 90 മൈനസ് phi 1 ആയിരിക്കും. സോ അത് θ1 θ2 ആയിട്ട് എടുത്താൽ ഇവിടെ cos θ1 പ്ലസ് cos θ2 വരും. സോ ആംഗിൾ ഏതാണ് മെൻഷൻ ചെയ്യുന്നത് നോക്കുക. ഈ ആംഗിളാണ് നോർമലി തരാറ്. സോ ആംഗിൾ അങ്ങനെയാണെങ്കിൽ sin phi 1 പ്ലസ് sin phi 2 ആണ് വരുന്നത്. ഓക്കെ. ഇനി ഇങ്ങനെയാണ് വയർ തന്നിട്ടുള്ളത്. പോയിന്റ് തന്നത് ഇവിടെയാണെങ്കിൽ ഓക്കെ. സോ നമ്മൾ ആ വയറിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്നും പോയിന്റിലേക്ക് ലൈൻസ് പ്ലോട്ട് ചെയ്തു. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ phi 1 phi 2 ശ്രദ്ധിക്കുക. phi 1 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറിൽ നിന്നും ഫസ്റ്റ് ലൈനിലേക്കുള്ളതാണ്. സോ ഇറ്റ് വിൽ ബി phi 1. ഓക്കെ. നോട്ട് ചെയ്യുക. ഈ ആംഗിളും എടുക്കരുത്. phi 1 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറിൽ നിന്നും ഫസ്റ്റ് ലൈനിലേക്ക് വരുന്നതാണ്. phi 2 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറിൽ നിന്നും സെക്കൻഡ് ലൈനിലേക്ക് വരുന്നതാണ്. ഇതാണ് phi 2. ഓക്കെ. അങ്ങനെയാകുമ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. mu 0 by 4 pi I by r sin phi 1. ഓക്കെ. sin phi 1 ഈസ് ഓക്കെ. sin phi 2 എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നത്. നേരത്തെ പ്ലോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ phi 1 എന്ന് പറയുന്ന ഈ ഡയറക്ഷനിലും phi 2 എന്ന് പറയുന്ന ഈ ഡയറക്ഷനിലും ആയിരുന്നു. ഓക്കെ. അവിടെ phi 1 ക്ലോക്ക് വൈസും phi 2 ആൻറ്റി ക്ലോക്ക് വൈസും ആയിരുന്നു. സോ phi 1 എടുക്കുന്നത് ക്ലോക്ക് വൈസും phi 2 എടുക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസും ആണ്. അങ്ങനെ ആകുമ്പോഴാണ് sin phi 1 പ്ലസ് sin phi 2 വരുന്നത്. ഇവിടെ phi 1 ഈസ് ക്ലോക്ക് വൈസ്, നോ പ്രോബ്ലം. phi 2 ഈസ് ഇൻ ക്ലോക്ക് വൈസ്. അതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കണമെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എടുക്കണം. സോ സൈൻ ഓഫ് മൈനസ് phi 2 വരും. ഇങ്ങനെ വരുന്ന കേസിൽ ആൻസർ വരുമ്പോൾ sin phi 1 മൈനസ് sin phi 2 വരും. sin phi 1 മൈനസ് sin phi 2. അപ്പോൾ ശ്രദ്ധിക്കുക. നോർമലി phi 1 എന്ന് പറയുന്നത് ഏത് കേസിലാണ് ഫസ്റ്റ് ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ക്ലോക്ക് വൈസ് ആണ്. phi 2 എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ sin phi 1 പ്ലസ് sin phi 2 എന്നാണ് ജനറൽ ഫോർമുല. ഇൻ കേസ് പോയിന്റ് ഇവിടെ ആവാം, ചിലപ്പോൾ പോയിന്റ് ഇവിടെ ആവാം. അപ്പോൾ അത് phi 1 phi 2 അനുസരിച്ച് മാറും. അത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? phi 1 എന്ന് പറയുന്നത് ഇതാണ്, phi 2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. phi 1 ഈസ് ക്ലോക്ക് വൈസ്. ഓക്കെ, നോ പ്രോബ്ലം. phi 2 ഏത് ഡയറക്ഷനിലാവണം? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവണം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ല, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നമ്മളെപ്പോഴും മെഷർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ഇവിടെ സൈൻ ഓഫ് മൈനസ് phi 2 വരും. സൈൻ ഓഫ് മൈനസ് phi 2 വരും. അങ്ങനെയാണ് അത് sin phi 1 മൈനസ് sin phi 2 വരുന്നത്. അപ്പോൾ ഈ കേസിൽ വരുന്നത് ഇങ്ങനെയാണ്. 0/4 pi I by r sin phi 1 minus sin phi 2. ഓക്കെ,
സോ ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് അറ്റ് എ പോയിന്റ് പി ഈസ് ബി ഈക്വൽ ടു മ്യൂ 0/4πI/r sin φ1 പ്ലസ് sin φ2. അപ്പോൾ φ1 ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, φ2 ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആ ഡയറക്ഷനിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഏതെങ്കിലും ഡയറക്ഷനിൽ മാറ്റം വരികയാണെങ്കിൽ അതിനനുസരിച്ച് ഇത് നെഗറ്റീവിലേക്ക് മാറും. ഈ φ2 എന്ന് പറയുന്നത് നേരത്തെ നമ്മളെടുത്തു, φ2 എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിന് പകരം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് എടുക്കുക. φ1 ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, അതിന് പകരം ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്ന കേസ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് എടുക്കുക. നിങ്ങളത് ഈ ഒരു ജനറലൈസേഷനിൽ നമുക്കത് ഇംപ്രവൈസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫോർ ഇൻഫൈനൈറ്റ് വയർ. അതായത് വയറിൻ്റെ ലെങ്ത് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ വയർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇൻഫൈനൈറ്റ് വയർ വരികയാണെങ്കിൽ നമുക്കറിയാം φ1 എന്ന് പറയുന്ന ആംഗിളും φ2 എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രി ആയി മാറും. φ1 ആൻഡ് φ2 become 90 ഡിഗ്രി. So B equal to mu 0/4πI/r into sin 90 plus sin 90, that become 2. 1 plus 1 equal to 2. So mu 0I/2πr. This is the magnetic field due to infinite length wire. Magnetic field due to infinite length wire. B equal to mu 0I/2πr. ഇത് ബൈ ഹാർട്ട് ചെയ്യണം, വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഫോമാറ്റ് പഠിച്ചു വെക്കുക. mu 0/4πI/r into 2 ആണ്, sin 90 പ്ലസ് sin 90 വരും. ഇൻഫിനിറ്റ് വയറിന് പകരം സെമി ഇൻഫിനിറ്റ് വയർ വരും. സെമി ഇൻഫിനിറ്റ് വയർ. സെമി ഇൻഫിനിറ്റ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ഇൻഫിനിറ്റ് ആയിരിക്കും. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഇത് ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും, ഈ സൈഡ് ഫിക്സഡ് ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ പോയിന്റ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്താൽ, ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ ആംഗിൾ എത്ര വരും? φ2 എന്ന് പറയുന്ന ആംഗിൾ എന്തായി മാറും? 0. ഇത് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് ഇൻഫിനിറ്റ് കേസ് എപ്പോഴും ആംഗിൾ എത്രയായിട്ട് എടുക്കാം? 90 ഡിഗ്രി ആയിട്ട് എടുക്കാം. φ1 90 ഡിഗ്രി വരും, φ2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് അലോങ് ദി ലൈൻ ആയതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഈ പെർപെൻഡിക്കുലർ അലോങ് ആണ് പി വരുന്നത്, അതുകൊണ്ടാണ് φ2 0 ആയത്. φ1 ഇൻഫിനിറ്റിലായതുകൊണ്ട് φ1 എന്ന് പറയുന്നത് 90 ഡിഗ്രി എടുക്കും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ sin 90 പ്ലസ് sin 0 വരും. സോ 1 വരും. അതിൽ ബി എന്ന് പറയുന്നത് mu 0I/4πr ആയിരിക്കും. സോ സെമി ഇൻഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ mu 0I/4πr. ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡബിളാണ്, അതായത് mu 0I/2πr ആണ് ഇൻഫിനിറ്റ് കേസിൽ വരുന്നത്. അടുത്ത നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറേ കറണ്ട് ക്യാരിങ് വയേഴ്സ് തന്നിട്ടുണ്ട്. എല്ലാ വയേഴ്സും ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിങ് വയേഴ്സാണ്. ഇൻഫിനിറ്റ് ലെങ്ത് ആണ് വരുന്നത്. അതും ഇൻഫിനിറ്റ് വയേഴ്സ് ഉണ്ട്, 1 2 3 4 ആൻഡ് സോ ഓൺ. ഇങ്ങനെ കുറേ വയേഴ്സ് ഉണ്ട്. ഫൈൻഡ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി പോയിന്റ് പി. ഫൈൻഡ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി പോയിന്റ് പി. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനാദ്യം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കാം. ഈ ഒരു ഇൻഫിനിറ്റ് ലെങ്ത് കറണ്ട് ക്യാരിങ് വയർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തമ്പ് ഈ ഡയറക്ഷനിൽ എടുത്തു. കേൾഡ് എടുക്കുമ്പോൾ ഇങ്ങനെ വരുമ്പം ഇതെങ്ങനെ ആയിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും. ഫസ്റ്റ് വൺ ഔട്ട്വേർഡാണ്. സെക്കൻഡ് വൺ എടുക്കുമ്പോഴും അതെങ്ങനെയാണ് വരുന്നത്? ഔട്ട്വേർഡാണ്. തേർഡ് വണ്ണും ഔട്ട്വേർഡാണ്. സെയിം ഡയറക്ഷനിലല്ലേ കറണ്ട് പോകുന്നത്. സോ എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും. സോ ഔട്ട്വേർഡ് ആയതുകൊണ്ട്, എല്ലാം ഔട്ട്വേർഡ് ആയതുകൊണ്ട് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് ആഡ് ചെയ്യാം. എക്സെട്ര വരും. B1 B2 B3 എക്സെട്ര. സെയിം ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ആവും. സോ B equal to B1 plus B2 plus B3 plus എക്സെട്ര. അതിൽ ഫസ്റ്റ് വൺ ഉണ്ട്. ഈ ഒരു കറണ്ട് ക്യാരിങ് വയറുണ്ട് ഇൻഫിനിറ്റ് ലെങ്ത് ആണ് വരുന്നത്. ഇൻഫിനിറ്റ് ലെങ്ത് കറണ്ട് ക്യാരിങ് വയറാണ്. ഈ ഡിസ്റ്റൻസ് ഇവിടെ 6 ആണ് വരുന്നത്. അപ്പോൾ B1 എന്ന് പറയുന്നത് mu 0/2πr. ഇൻഫിനിറ്റ് വയറാണ്. സെമി ഇൻഫിനിറ്റ് ആണെങ്കിലാണ് 4πr വരും. സോ mu 0I/2πr പ്ലസ് B2 mu 0I/2π ഇൻറ്റു r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടു ദ പോയിൻ്റ് അല്ലേ. ഇവിടെ r എന്ന് പറയുന്നത് 2r ആണ്. r പ്ലസ് r ഈ സെക്കൻഡ് വയറായിട്ട്. ഇനി തേർഡ് വയർ എടുത്താൽ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? 2r r 3r r 4r. സോ mu 0I/2π ഇൻറ്റു 4r പ്ലസ് എക്സെട്ര ആൻഡ് സോ ഓൺ. അടുത്ത എത്രയാണ് വരിക? 4r 2r r r. ടോട്ടൽ എത്ര വരും?
6R 8R വരും. ഇതിൽ കോമൺ ഔട്ട് ചെയ്യാം. μ0 ബൈ 2πr μ0 I ബൈ 2πr കോമൺ ഔട്ട് ചെയ്താൽ ഇതിലൂടെ 1 വരും, ഇതിൽ 1/2 വരും. ഓക്കെ, μ0 I ബൈ 2πr കോമൺ ഔട്ട് 1/4 വരും. അടുത്ത എത്രയായിരുന്നു വരുന്നത്? 4R 6R 7R 8R 1/8 വരും ആൻഡ് സോ ഓൺ വരും. ഇപ്പോൾ ഇൻഫിനിറ്റ് കേസ് വരും. ഇതൊരു ഇൻഫിനിറ്റ് ജി പി ആണ്. ഇൻഫിനിറ്റ് ജി പിൻ്റെ സം എന്ന് പറയുന്നത് a/1 - r ആണെന്ന് നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടോ? എസ് ഇൻഫിനിറ്റി ഈക്വൽ ടു a/1 - r. ഇവിടെ a എന്ന് പറയുന്നത് 1 ആണ്. 1 - ½ ഈക്വൽ ടു 2. സോ μ0 I divided by 2πr into 2 cancelled. So final answer B net will be μ0 I by πr. μ0 I divided by πr is the net magnetic field. Easy question ആണ്. കുറച്ച് മാത്തമാറ്റിക്സും കൂടി യൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ.